ആൺകുട്ടൻ കാണിച്ചത് ഏറ്റവും വലിയ മനുഷ്യന് മനസ്സിനോട് കാണിച്ച ഏറ്റവും വലിയ തെറ്റായ പ്രവണതയാണ് കുട്ടികളോട്. അത് നമുക്ക് പറയാനൊക്കത്തില്ല, ചാനലിൽ കൂടെ പോലും പറയാൻ വയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ചെയ്യുന്നത്. ഗർഭപാത്രം പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു നടക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്തൊരു മനുഷ്യനായിട്ട് മാറിയപ്പെട്ടു. അദ്ദേഹത്തിന് എങ്ങനെ ആ നാട്ടിലുള്ള വോട്ട് കൊടുത്തു എന്നതിനെക്കുറിച്ചാണ്, ജയിപ്പിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടി നിഷ്കളങ്കനായിരുന്നു. രാഹുലിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല. അത് രണ്ടുപേരും കൂടെ സമ്മതിച്ചുള്ള ഇതുള്ള രീതിയിലാണെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന ആ വിഷയം, അദ്ദേഹത്തിൻ്റെ കേസിനെ പറ്റി വലിയൊരു വിവാദം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? മാങ്കൂട്ടം കാണിച്ചത് ഏറ്റവും വലിയ മനുഷ്യന് മനസ്സിനോട് കാണിച്ച ഏറ്റവും വലിയ തെറ്റായ പ്രവണതയാണ്. കാര്യം കുട്ടികളോട്, അത് നമുക്ക് പറയാനൊക്കത്തില്ല, ചാനലിൽ കൂടെ പോലും പറയാൻ വയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ചെയ്യുന്നത്. പെണ്ണുങ്ങളോട് ഇത്ര നീചമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി, അത് ഒരു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ രീതി അവരെ ഉന്മൂലനം ചെയ്യുന്ന, അവരുടെ ഗർഭപാത്രം പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു നടക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്തൊരു മനുഷ്യനായിട്ട് മാറിയപ്പെട്ടു. അദ്ദേഹത്തിന് എങ്ങനെ ആ നാട്ടിലുള്ള വോട്ട് കൊടുത്തു എന്നതിനെക്കുറിച്ചാണ്, ജയിപ്പിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരനെ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയമായ ബുദ്ധിയാണ് ഇതിനു പിന്നിൽ എന്ന് പറഞ്ഞ സത്യമാണോ? ഒരിക്കലും അല്ല. ജനത്തിന് അറിയാമല്ലോ അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്തൊക്കെയാണെന്ന് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ദൃശ്യമാധ്യമങ്ങൾ അത് അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള വെളിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി രാഹുൽ മാങ്കൂട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, കോൺഗ്രസ് അല്ലേ, അത് ചിലപ്പോൾ നമുക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സിൽ എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് ഇപ്പോഴും അദ്ദേഹത്തിനോട് ഒരു മമതയുണ്ട്, ചിലർ തീർച്ചയായിട്ടും എതിർത്തുന്നുണ്ട്. അത് നമുക്ക് പറയാനില്ല, കോൺഗ്രസ് ആയതുകൊണ്ട് പറയാനൊക്കത്തില്ല. അല്ല, ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അപ്പം അധികാരം കൊണ്ട് എന്തും രഹസ്യമായി ചെയ്യാമെന്ന് മറ്റു കാര്യങ്ങൾ ചെയ്ത് അത് പൊതുജനത്തിന് മുന്നിൽ ആ വിഷയങ്ങളെല്ലാം വന്നു. ഒരിക്കലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ കോൺഗ്രസ് നിൽക്കും. പക്ഷേ ഇവിടുത്തെ പൊതുജനം മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ ആ വിഷയത്തെ സംസാരിക്കണം. ആ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിത്വമേ ഉള്ളൂ പുള്ളിയെക്കുറിച്ച്. ഒരു പൊളിറ്റീഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. എന്നാൽ ആ പേഴ്സണലി പുള്ളി നല്ല പ്രകടനമാണ്. അതിങ്ങനെ ഇത്രയും വിവാദമുണ്ടെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് പറയാനുള്ളത്. രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരനെ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയമായ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ സത്യമാണോ? തീർച്ചയായിട്ടും അതാണല്ലോ നമുക്ക് കാണുന്നത്. ഒന്നിന് കുറേ 3 കേസ് വന്നതും ഒരേ സ്ക്രിപ്റ്റ് ആണെന്ന് നമ്മൾ കേട്ടു. അപ്പം പിന്നെ മനസ്സിലാകുമല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേപോലെ ഒരു അപവാദം വന്നിട്ടുണ്ടല്ലോ, അതേ കണക്ക് തന്നെയാണോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിരിക്കുന്നത്? അതല്ല, രണ്ടും രണ്ടാണ്. കാര്യം ഉമ്മൻചാണ്ടി നിഷ്കളങ്കനായിരുന്നു. രാഹുലിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല. പുള്ളി തന്നെ ചിലത് സമ്മതിക്കുന്നുണ്ട്. അപ്പം രണ്ടും 2 കേസാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയല്ലോ, അങ്ങനെ ഇരിക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടോ? സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നു, പുള്ളി സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലും ജയിക്കുമെന്ന്. ഊർജ്ജസ്വലനായ ഒരു നേതാവ്, വളർന്നു വരുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ഈ ചില പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഇമേജ് സമൂഹത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അത് സംശയമൊന്നുമില്ല. ഇതെല്ലാം ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കാര്യമാണ് സംശയിക്കേണ്ടി വരും. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി തെറ്റുകാരനാണോ എന്ന് വിശ്വസിക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് 2 ഇതുണ്ട്. അത് രണ്ടുപേരും കൂടെ സമ്മതിച്ചുള്ള ഇതുള്ള രീതിയിലാണെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പം രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ രാഷ്ട്രീയമായ ബുദ്ധിപരമായ ഒരു കളിയാണോ ഇത്? അങ്ങനെ പറയാം, ചിലപ്പോൾ അത് പറയാനും ഒക്കത്തില്ല. എന്താ വെച്ചാൽ കുറച്ചൊക്കെ പുള്ളിയുടെ തെറ്റുണ്ട്. ഒരു നല്ലൊരു നേതാവ് എന്ന് പറയുമ്പോൾ ആ നേതാവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളല്ല. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇതുപോലുള്ള തെറ്റുകൾ കാണുമ്പോൾ അത് തെറ്റ് തന്നെ. അല്ലാതെ അത് അതിനൊരു 2 പേരുടെയും കാര്യത്തിൽ അതിനകത്തൊന്നും പറയാനൊക്കത്തൊരവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.